അതായത് കോവിഡ് റിപ്പോർട്ട് ചെയ്ത് വിത്തിൻ 2 months ഞങ്ങൾ ഡിവൈസ് ഇറക്കി. ആ ഡിവൈസ് വേറെ എവിടെയെങ്കിലും ലോകത്ത് വന്നത് അറൗണ്ട് 1 year ശേഷമാണ്. എല്ലാവരും തുടങ്ങുന്നത് ബിഗിനറായിട്ട് തന്നെയാണ്. ഒരു സിംഗിൾ വാക്ക് പോലും അറിയാതെയാണ് ഇത് തുടങ്ങിയത്. എനിക്ക് ഒന്നും അറിയില്ല. മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രോസസർ, ആ ഡിഫറൻസ് പോലും. ഈ RTOSന്റെ പർപ്പസ് എന്താണ്? സിസ്റ്റം അതിന്റെ പർപ്പസ് എന്താണ്? എനിക്ക് തോന്നുന്നു നമ്മൾ മുന്നേ സംസാരിച്ചപ്പം ഞാൻ പറയാതെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ബേസിക്കലി ആർട്ടോസ് എന്ന് പറഞ്ഞാൽ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് അതിനകത്ത്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് തന്നെയാണ്. ഇത് പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം മാനേജ്മെൻറ്റ്. അതായത് നമുക്ക് ഇതിനകത്ത് മൾട്ടി ടാസ്കിങ്ങിൻ്റെ കേസാണ്. മൾട്ടി ടാസ്കിങ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം വണ്ടിയുടെ കേസ് തന്നെ എടുത്തോ. ഒരു വണ്ടിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ മൈക്രോ കൺട്രോളർ വെച്ചിട്ട് ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ മറ്റ് വർക്കുകൾ, ഇപ്പോൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അതായത് നമ്മുടെ പാട്ട് കേൾക്കുന്ന ആ സംവിധാനം അതുണ്ട്. പിന്നെ ഇപ്പോഴത്തെ വണ്ടികളിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ, സൈഡ് വഴി വണ്ടി കയറി വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇവിടുത്തെ ഒരു ലൈറ്റ് എത്തും. സൈഡിൽ വണ്ടി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ മിററിലൊരു ലൈറ്റ് കത്തും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പുതിയ വണ്ടികളാണ് ഈ അടുത്തിടെ ഇറങ്ങിയ വണ്ടികളിലാണ് അതുള്ളത്. സൈഡിലുള്ള വണ്ടികൾ. അതെ, അതായത് നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് ഇല്ലേ, നമ്മൾ ബ്ലൈൻഡ് സ്പോട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ സൈഡ് മിററിൽ ഇൻഡിക്കേഷൻ കിട്ടും. ഇങ്ങനെ ഒരുപാട് ഫങ്ഷണാലിറ്റീസ് ഒരേ സമയം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇവിടെ ഉണ്ട്. ഞാനിങ്ങനെ പാട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു പാട്ട് ഇങ്ങനെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി ഇടിച്ചു. സംഭവിക്കുന്നതാണ്. അപ്പോൾ മൈക്രോ കൺട്രോളർ വിചാരിക്കുകയാണ്, ആ മനുഷ്യൻ ബട്ടൺ ഞെക്കിയതല്ലേ, പാട്ട് മാറ്റിയിട്ട് എയർ ബാഗ് ഓപ്പൺ ചെയ്യാം എന്ന് വിചാരിച്ചാൽ എന്തുണ്ടാവും? എയർ ബാഗ് ഓപ്പൺ ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ടൈം എനിക്ക് തോന്നുന്നു 30 millisecond. അതിനുള്ളിൽ വന്നിരിക്കണം, അല്ലെങ്കിൽ കൊളീഷൻ ഉണ്ടാവും. അപ്പോൾ അത്രയും ക്രിട്ടിക്കലാണ്. അപ്പോൾ എന്തു ചെയ്യണം? ആ സമയത്ത് ബാക്കി എല്ലാ പരിപാടിയും അവിടെ നിർത്തി ഇതിനകത്തോട്ട് ശ്രദ്ധ വരണം, അല്ലേ? അതാ മൈക്രോ കൺട്രോളറിൻ്റെ ഫങ്ഷനാണ്. അത് ചെയ്യാൻ അദ്ദേഹം പരാജയപ്പെട്ടാൽ തീർന്നു. വളരെ ക്രിട്ടിക്കലാണ്. സിമിലർലിയാണ് സർജറിയൊക്കെ നടക്കുമ്പോഴുള്ള ഡിവൈസിന് നമ്മളിങ്ങനെ കാണൂലേ. അപ്പം ആ സാധനത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ കോൺട്രാസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി കാണും, അങ്ങനെ പല ഫെസിലിറ്റിയും കാണും. പക്ഷേ ഒരാൾക്ക് ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലേക്ക്, ഇപ്പോൾ ഹാർട്ട് നിന്ന് പോകുന്നൊരു കണ്ടീഷൻ വരുന്നു, ഈ അവിടെ കോൺട്രാസ്റ്റ് അത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമോ? ഇല്ല, പാടില്ല. എന്ത് ചെയ്യണം? ഇതിനുള്ള അലാർട്ട് കൊടുക്കണം, അലാറം അടിക്കുകയോ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ആ ഫങ്ഷനാലിറ്റിയിലേക്ക് അത് മാറും. അപ്പോൾ അങ്ങനത്തെ വളരെ ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഈ സമയം മൾട്ടി ടാസ്കിങ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രയോറിറ്റി ഷെഡ്യൂൾ ചെയ്യണം. ആ പ്രയോറിറ്റി അനുസരിച്ച് ഇത് വർക്ക് ചെയ്യണം. പല ടാസ്കുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇൻ്റർ ടാസ്ക് കമ്മ്യൂണിക്കേഷൻസ് എന്നൊക്കെ നമ്മൾ പറയും. ഇത് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ OS എന്ന് നമുക്ക് വിളിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആർട്ടോസ് എന്ന് വിളിക്കുന്നത്, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സാധാരണഗതിയിൽ നമ്മളൊരു കോഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫേംവെയറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, സാധാരണ ഒരു കോഡ് ഞാൻ എഴുതുമ്പോൾ അത് സീക്വൻഷ്യലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് മുകളിൽ നിന്ന് താഴത്തേക്ക് വർക്ക് ചെയ്യുന്നു, എന്നിട്ട് അതിങ്ങനെ ഒരു ലൂപ്പിൽ പിന്നെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്. അപ്പം ഇത് ആദ്യത്തെ പണി ചെയ്തിട്ടേ എന്ത് ചെയ്യുള്ളൂ, അടുത്തിലേക്ക് പോകുള്ളൂ. ഒരു ഇൻട്രപ്റ്റ് വന്നാൽ ചിലപ്പോൾ അത് മാറിപ്പോകാം, അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ എങ്കിലും അത് അത്രയും ക്രിട്ടിക്കൽ ടൈമിങ് അതിനുണ്ടാവില്ല. സാധാരണ ഇതിൽ നമ്മൾ അങ്ങനത്തെ വർക്ക് ഇൻട്രപ്റ്റ് ഫേംവെയറിലൊക്കെ ചെയ്യുന്ന ഒരു 100 millisecond സമയമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു കോഡിൽ ഇൻട്രപ്റ്റ് ചെയ്യാം. ഇമീഡിയറ്റ് റെസ്പോൺസ് മില്ലി നാനോ സെക്കൻഡൊക്കെ ഉള്ളുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു CPUവിൻ്റെ ടൈമിങ് കൃത്യമായി ആവശ്യമുള്ള ഫങ്ഷണാലിറ്റികൾക്ക് വിഭജിച്ച് കൊടുക്കുക, പ്രയോറിറ്റി അനുസരിച്ച് ഇൻട്രപ്റ്റ് വർക്ക് ചെയ്യിക്കുക, ടാസ്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇങ്ങനത്തെ പല 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 പരിപാടികൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ, അല്ലെങ്കിൽ ഒരു OS സംഭവമാണ് ആർട്ടോസ് എന്ന് പറയുക. ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ. പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട്. അത് തന്നെ ഒരു ഏരിയയാണ്. അതാണ് ആർട്ടോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒരു ടൈം ഷെഡ്യൂളിങ്, ഇൻ്റർ ടാസ്ക് കമ്മ്യൂണിക്കേഷൻ, പ്രയോറിറ്റി മാനേജ്മെൻറ്റ്, ഇതെല്ലാം ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആർട്ടോസ് ആണ്. ഫ്രീ ആർട്ടോസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണത്. മനസ്സിലായി. ഞാൻ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി സാറിനോട് ചോദിക്കുകയാണ്. അതായത് ഇപ്പം സാറിൻ്റെ ഈ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റമായിട്ടുള്ള ഈ ഒരു സ്പാനിൽ
സാറ് ഡെവലപ്പ് ചെയ്തെടുത്ത എന്തെങ്കിലും, അല്ലെങ്കിൽ സാറിൻ്റെ മനസ്സിലേക്ക് വരുന്ന അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടോ നമ്മുടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ, ഒരുപാട്. അതായത് ഞാൻ എംബഡഡ് സിസ്റ്റത്തിലേക്ക് വരുന്നത് എൻ്റെ ബിടെക്കിനൊക്കെ ശേഷമാണ്. ഞാൻ ഇലക്ട്രോണിക്സൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു 10 വയസ്സൊക്കെ ഉള്ള സമയത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരുപാട് സാധനങ്ങൾ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പെട്ടെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ യൂസ്ഫുള്ളായിട്ട് ചെയ്തൊരു സാധനം അടുത്തിടയ്ക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ കൊറോണയുടെ സമയത്ത് നമ്മളന്ന് PCR ഡിവൈസ്, അന്നാണ് PCR എന്നുള്ള വാക്ക് ജനറൽ പബ്ലിക് കേൾക്കുന്നത്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അപ്പോൾ അതൊരു വലിയ ഉപകരണമാണ്. എന്താ പറയുക, ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ഉപകരണം. എന്നുവെച്ചാൽ അങ്ങനെ ഭീകര ഉപകരണം എന്നല്ല, ഒരു മൈക്രോവേവ് ഓവൻ്റെയൊക്കെ അത്ര ഉണ്ടാവും. 96 വെൽ പ്ലേറ്റിൻ്റെ ഒരു PCR ഡിവൈസ്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ അറിയാലോ, നമ്മൾ പൂനെയിലേക്ക് അയക്കണം എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അപ്പോൾ അവിടെ സാമ്പിൾ അയക്കണം എന്നൊക്കെ. പിന്നെ അപ്പോൾ PCR അത്ര പോപ്പുലർ അല്ല, എല്ലായിടത്തുനിന്നും ഉണ്ടായിരുന്നില്ല. ഈ ഡിവൈസിന് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അപ്പം ഞാൻ ഓസ്ട്രേലിയയിലായിരുന്ന സമയത്താണ് ഈ കോവിഡ് വരുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ ഒരു PCR ഡിവൈസ് പ്ലസ് ലാമ്പ് ഡിവൈസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. PCR കൂടെ അതുപോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, ടെക്നിക്കലി കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് ലാമ്പിൻ്റെ പ്രത്യേകത, നമുക്കൊരു 10 to 20 മിനിറ്റ്സിൽ റിസൾട്ട് കിട്ടും. PCR അറൗണ്ട് 1 to 2 hours എടുക്കും. സമയം ഒരു 1/5 കുറയില്ലേ, അല്ലെങ്കിൽ അത്രയും കുറയും. 2 മണിക്കൂറും 20 മിനിറ്റല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 6 ഇരട്ടി സമയമുണ്ട് മറ്റേതിന്. അപ്പം ലാമ്പിൻ്റെ ഒരു ഡിവൈസ്, ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു ചെറിയ പോർട്ടബിൾ ഡിവൈസ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. ഞാൻ ആണത് ചെയ്തത്. എനിക്കതൊരു 2 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് കോവിഡ് റിപ്പോർട്ട് ചെയ്ത് വിത്തിൻ 2 months ഞങ്ങൾ ആ ഡിവൈസ് ഇറക്കി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ ഡിവൈസ് വേറെ എവിടെയെങ്കിലും ലോകത്ത് വന്നത് അറൗണ്ട് 1 year ശേഷമാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, ഞങ്ങൾക്ക് റിയൽ കോവിഡ് വൈറസിനെ കിട്ടിയില്ല ആ സമയത്ത്. അതായത് റിയൽ വൈറസിനെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഡിവൈസിൻ്റെ ഫങ്ഷനാലിറ്റി ഉറപ്പുവരുത്താൻ പറ്റൂ. നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഡിവൈസ് ഉണ്ടാക്കി, എന്നിട്ട് വൈറസിൻ്റെ DNA നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി. പുറത്ത് കമ്പനീസ് ഉണ്ട് അത് ചെയ്യുന്ന. അതിൻ്റെ DNA അല്ലെങ്കിൽ RNA നമ്മൾ അതിൻ്റെ സീക്വൻസ് പറഞ്ഞു കൊടുത്താൽ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഉണ്ടാക്കി തരും. ഈ വൈറസിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇതിൻ്റെ RNA അല്ലെങ്കിൽ DNA ഇരിക്കുന്നത് ഇതിൻ്റെ അകത്താണ്. ഇതിന് പുറത്തൊരു കവറുണ്ട്, ആ കവറിനകത്ത് കുറച്ച് സ്പൈക്സ് ഉണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൻ്റെ വിഷ്വലൈസേഷനൊക്കെ. അപ്പം ഈ സ്പൈക്സ് ഇല്ലെങ്കിൽ ഈ വൈറസിനെ കൊണ്ട് ഒരു ഗുണമില്ല, അതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമുക്ക് വേണ്ടത് പക്ഷേ സ്പൈക്സ് അല്ല, അകത്തുള്ള സാധനമാണ്. ആ ഡിറ്റക്ഷൻ ഉപയോഗിക്കുന്ന അകത്തുള്ള സാധനമാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആ DNA ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി മേടിച്ചു. അപ്പം അത് ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റിംഗ് നടത്താം. അത് 100% കറക്റ്റുമാണ്. പക്ഷേ അത് നമ്മൾ ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിലേക്ക് അയക്കുമ്പോൾ അവർ ഫസ്റ്റ് ചോദിക്കുന്നത് റിയൽ വൈറസിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ. അൺഫോർച്ചുനേറ്റ്ലി ഇല്ലയെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം നമുക്കത് അന്ന് അവൈലബിൾ ആയിരുന്നില്ല. കുറേ ലേറ്റായിട്ടാണ് നമുക്ക് കിട്ടിയത്. കിട്ടിയതിന് ശേഷം ഞങ്ങളത് ടെസ്റ്റ് ചെയ്തു, സക്സസ്ഫുൾ ആയിരുന്നു. പിന്നെ ആ ഡിവൈസ്, അന്ന് ഞാൻ ഉണ്ടാക്കിയ ഡിവൈസ് വേറെ കമ്പനിക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു. അവരിപ്പോൾ അതിൻ്റെ മാർക്കറ്റിങ്ങും പ്രൊഡക്ഷനും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് വർക്കുകൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം റീസെൻ്റ് ആയിട്ടുള്ളത് ചോദിച്ചപ്പോൾ പറഞ്ഞു. മനസ്സിലായി. അതേപോലെ തന്നെ ഇപ്പം ഒരു എംബഡഡ് സിസ്റ്റത്തിന് ഒരു എറർ വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു കാര്യം റിക്കവറി ചെയ്യുക, എറർ ഡിറ്റക്ട് ചെയ്യുക. അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയായിരിക്കും? അതായത് എറർ ഡീബഗിങ് ആണോ ഉദ്ദേശിക്കുന്നത് അതോ ഡീബഗിങ്? അതെ അതെ, ഡീബഗിങ്ങിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതായത് ഇപ്പം ഡീബഗിങ് ബേസിക്കലി നമുക്ക് പല ടൈപ്പാണ്. അതായത് ഹാർഡ്വെയർ പ്രോബ്ലംസ് ഉണ്ടാവും, അതിൻ്റെ ആ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഭാഗങ്ങളിലുള്ള ഇഷ്യൂസ് വരാം, സോഫ്റ്റ്വെയർ ഇഷ്യൂസ് വരാം, പിന്നെ പ്രൊഫൈലിംഗ് ഉള്ള പ്രശ്നങ്ങൾ വരാം. അങ്ങനെ 3 ഏരിയയാണ്. ഹാർഡ്വെയർ ആണെങ്കിൽ നമുക്കത് പല രീതിയിൽ ടെസ്റ്റ് ചെയ്യാം. കാരണം ബേസിക്കലി ചിലപ്പം നമ്മുടെ ഇൻപുട്ടില്ലേ, അതായത് മൈക്രോ കൺട്രോളറിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഇൻപുട്ട്, ആ ഇൻപുട്ടുകൾ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും ആദ്യം. അതിന് നമുക്ക് മൾട്ടിമീറ്ററുകൾ, ഓസിലോസ്കോപ്പൊക്കെ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് വരുന്നുണ്ടോ എന്ന്. ആ ഇൻപുട്ട് കൃത്യമായിട്ട് വരുന്നുണ്ടോ, പിന്നെ ആ ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വരേണ്ട ഔട്ട്പുട്ട് ഇവിടെ വരുന്നുണ്ടോ എന്ന് നോക്കും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹാർഡ്വെയർ രീതിയിലുള്ള ടെസ്റ്റുകൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. മൾട്ടിമീറ്റർ ഉപയോഗിക്കാം, ഓസിലോസ്കോപ്പ് ഉപയോഗിക്കാം,
പിന്നെ ലോജിക് അനലൈസേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം പല പല സിഗ്നൽസ് വരുമല്ലോ, ഈ സിഗ്നലുകൾക്കെല്ലാം ഒരു ടൈമിംഗ് ഉണ്ട്. അതായത് ഒരു സിഗ്നൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ചിലപ്പോൾ 10 മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്ത സിഗ്നൽ തുടങ്ങണം, അങ്ങനെ ഉണ്ടാവും. അപ്പം ഒരു 5 or 6 ഒക്കെ സിഗ്നൽസ് അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോജിക് അനലൈസറിൽ കാണാൻ പറ്റും. അതായത് കൃത്യ സമയത്ത് ഇതെല്ലാം വരുന്നുണ്ടോ, ഒരെണ്ണം വന്നിട്ട് എൻഡ് ചെയ്യുമ്പം അടുത്തത് വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ നോക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ഹാർഡ്വെയർ ഇഷ്യൂസും വരുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ അത് കൂടാതെ ചിലപ്പോൾ നോയ്സ് ഇഷ്യൂസ് വരും. അതായത് നമ്മളിപ്പം എന്താ പറയുന്നത്, നമ്മൾ ഡിവൈസ് ഇവിടെ ഉണ്ടാക്കി ലാബിലിരുന്ന് ഉണ്ടാക്കുമ്പോൾ വളരെ എളുപ്പമാണ്. ലാബിലുള്ള സിറ്റുവേഷനല്ല പുറത്തില്ലുമ്പോൾ വളരെ ഹാർഷ് എൻവയോൺമെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് വരാം. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഇതിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളൊരു ഓസിലോസ്കോപ്പിൽ നോക്കുകയോ അല്ലെങ്കിൽ ഒരു അനലൈസറിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ കുറേ അധികം നോയ്സ് ഉണ്ട്, അതുകൊണ്ടാണ് എറർ വരുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഹാർഡ്വെയറിൻ്റെ രീതിയിലുള്ള ഡീബഗിങ് നമുക്ക് നടത്താം. സോഫ്റ്റ്വെയറിൻ്റെ ഡീബഗിങ്ങിന് നമുക്ക് കുറേ അധികം ടൂൾസ് ഉണ്ട്. ഇപ്പം അത് തന്നെ ഇപ്പം JTAG അതൊരു ജോയിൻറ്റ് ടെസ്റ്റ് ആക്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഇതാണ്, അതൊരു പ്രോട്ടോക്കോളാണ്. അതിനൊരു ചെറിയ ഡിവൈസ് ഉണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് മൈക്രോ കൺട്രോളറിലേക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ഈ കമാൻഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് കിട്ടും. ആ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് മനസ്സിലാവും എവിടെ എറർ ഉള്ളത്. അതുപോലെ നമുക്ക് ബ്രേക്ക് പോയിൻ്റ് ഇൻക്ലൂഡ് ചെയ്യാം. പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പോസ് ചെയ്യാം. അതുപോലെ സ്റ്റെപ്പ് ലൈൻ ബൈ ലൈൻ നമുക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓരോ ലൈൻ റൺ ചെയ്യുമ്പം അത് ചെയ്യേണ്ട പണി അത് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പോൾ ഒരു ലൈൻ കഴിഞ്ഞു അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അടുത്ത ലൈൻ കഴിഞ്ഞു അത് വർക്ക് ചെയ്യുന്നുണ്ട്, തേർഡ് ലൈനിലെത്തുമ്പോൾ അത് ചെയ്യേണ്ട പണി അത് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ എന്തോ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഡീബഗ് ചെയ്യാം. അത് ഇപ്പോൾ അതുപോലെ അതിനൊക്കെ ഡിവൈസുകളുണ്ട് കേട്ടോ. ഈ നമ്മൾ ഇൻ്റർഫേസ് ചെയ്യാനുള്ള ഡിവൈസ് ഉണ്ട്, കമ്പ്യൂട്ടറിലേക്ക് ഇൻ്റർഫേസ് ചെയ്ത് ഇതിൻ്റെ പ്രോഗ്രാംസ് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ കാണാൻ പറ്റും. GDB എന്നൊക്കെ പറഞ്ഞ സോഫ്റ്റ്വെയർസ് അതിനുണ്ട്. പിന്നെ സെഗറിൻ്റെ ഓസോൺ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്, അത് ഡീബഗിങ് ടൂൾസ് ഉണ്ട്. പിന്നെ വേറെ ഉണ്ട് ട്രേസ് അനലൈസർ എന്നൊക്കെ പറഞ്ഞിട്ട് അനലൈസേഴ്സ്, പ്രൊഫൈലിംഗ് ടൂൾസ് ഉണ്ട് നമുക്ക്. ഇതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് ഡീബഗിങ് പോസിബിളാണ്. പിന്നെ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചൊരു കേസ് ഉണ്ടാകും, ഈ ഹാങ് ആയി പോകും സിസ്റ്റം, കണ്ടിട്ടുണ്ടോ? അതെ, ഹാങ്ങിങ് പരിപാടി. അതിന് നമുക്ക് ചെയ്യുന്നൊരു സാധനമാണ് വാച്ച് ഡോഗ് ടൈമർ എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് ഒന്നുമല്ല, ഒരു വാച്ച് ഡോഗ് ടൈമർ, അത് പേര് തന്നെയുണ്ട്, ഒരു കാവൽ പട്ടി എന്ന് നമ്മൾ പറയുന്ന സംഭവം. അതായത് വേറെ ഒന്നുമല്ല, ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അതൊരു ടൈമറാണ്. അപ്പം ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ തുടങ്ങിയിട്ട് അത് തീരാനായിട്ട് ഒരു സമയം നമുക്കറിയാലോ, നമ്മളെഴുതിയ കോഡാണ്, ഇത് വർക്ക് ചെയ്ത് വരാനായിട്ട് ഒരു കംപ്ലീഷൻ നടക്കാനായിട്ട് ഇത്ര സമയം വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ വാച്ച് ഡോഗ് ടൈമറിനെ അതനുസരിച്ച് സെറ്റ് ചെയ്യും. അതായത് ഇത് ചിലപ്പോൾ 00 എന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ഈ ടൈമർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. കൂടി ഈ സമയം എത്രയാണോ അത് എത്തുമ്പോഴത്തേക്കും ഈ ടൈമർ എന്ത് ചെയ്തിരിക്കും, കംപ്ലീറ്റ് ആവും. കൗണ്ടിങ് കംപ്ലീറ്റ് ആയിട്ട് ഇത് റീസെറ്റ് ചെയ്യും. ഓക്കെ, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതായത് പ്രോഗ്രാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ കംപ്ലീഷൻ നടക്കുമ്പോഴത്തേക്കും ഈ ടൈമർ എന്ത് ചെയ്തിരിക്കും, റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രോഗ്രാം ഇത് റീസെറ്റ് ചെയ്യുമ്പോൾ റീസെറ്റ് ചെയ്യണ സമയം ആയിട്ടും ഇവിടെ കംപ്ലീഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മനസ്സിലാവും. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു സിഗ്നൽ അങ്ങോട്ട് അയച്ചു കൊടുക്കും, എന്നിട്ട് ഈ മൊത്തം സിസ്റ്റത്തെ അങ്ങോട്ട് ഹാങ്ങല്ല, അവനെ റീസെറ്റ് ചെയ്ത് കളയും. അതായത് ഒരു റീസ്റ്റാർട്ടിങ്, എന്തോ ഹാങ് ആയിന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ വാച്ച് ഡോഗ് ടൈമർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു സിഗ്നൽ കൊടുത്തിട്ട് അവനെ ഒന്ന് റീസെറ്റ് ചെയ്യും, എന്നിട്ട് പിന്നെ റൺ ചെയ്യും. ചിലപ്പോൾ അപ്പോൾ അത് വർക്ക് ചെയ്തോളൂ, മനസ്സിലായോ? ഇനി അത് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എറർ മെസ്സേജുകൾ തരാം, നമുക്ക് അങ്ങനെ ചെയ്യാം, കോഡ് ചെയ്ത് തരാം, എറർ മെസ്സേജ് തരാം, ലോഗ് കിട്ടും കൃത്യമായിട്ട്. അതായത് എന്തൊക്കെ സംഭവിച്ചു, എവിടെ എന്തൊക്കെ സംഭവിച്ചു, ഏത് സമയത്ത് സംഭവിച്ചു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് ഉണ്ടാക്കിയിടാം. അപ്പോൾ ആ ലോഗ് നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എവിടെയാണ് പ്രശ്നം വന്നിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഡീബഗിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇത്രയും വാചാലമാവുന്നത് അത് ഇത്രയും വാസ്റ്റാണ് കേട്ടോ. ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്കവാറും സംഭവിക്കുന്നത് ഓവൻ, വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ പോലത്തെ സാധനങ്ങളായിരിക്കും നമ്മൾ കാണാൻ ചാൻസ് ഉള്ളത്. എന്തെങ്കിലും എറർ വന്നാൽ അതൊരു കോഡ് കാണിച്ചു തരും, DC, 4C, 5C എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. ഇത് എറർ കോഡ്സാണ്. ഇപ്പം വാഷിംഗ് മെഷീനാണെന്നുണ്ടെങ്കിൽ നമ്മൾ DC എന്നുണ്ടെങ്കിൽ ഡോർ ക്ലോസ്, അതിൻ്റെ എററാണ് DC കാണിക്കാറ് സാധാരണ. ഓരോ കമ്പനിക്കും ഡിഫറെൻ്റ് ആട്ടോ അത്. ചില കമ്പനീസിന് വേറെ കോഡായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ കംപ്ലൈൻറ്റ് എവിടെയാണ് വരിക എന്നുള്ളത്.
അപ്പം ഇപ്പം DC എന്ന് പറഞ്ഞ എറർ കോഡ് കണ്ടു, നിങ്ങളൊരു ടെക്നീഷ്യനെ വിളിച്ചു, നിങ്ങൾ വിളിച്ചെന്ന് വെച്ചോ, ഈ ടെക്നീഷ്യൻ വരുന്നവന് ഈ എംബഡഡ് സിസ്റ്റത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ല, അവനറിയില്ല അതിൻ്റെ ഉള്ളിൽ എന്താ കോഡ് ഇരിക്കുന്നത്, എന്ത് ഫേംവെയർ ആണ്, അതൊന്നും അവൻ അറിയേണ്ട ആവശ്യമില്ല. അവൻ നേരെ വന്നിട്ട് ആദ്യം ചെയ്യണ പണി, ഈ ഡോറ് ക്ലോസ് ചെയ്യും ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു സെൻസറുണ്ട് വാഷിംഗ് മെഷീൻ്റെ, ആ സെൻസർ മാറ്റി വയ്ക്കും. മിക്കവാറും അത് വർക്ക് ചെയ്യും. കാരണം എന്താ, സെൻസറിൻ്റെ കംപ്ലൈൻ്റ് ആണ്, ഡോറ് ക്ലോസ് ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കണത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് എറർ കാണിക്കുക. അപ്പോൾ അവനത് മാറ്റി വയ്ക്കും. എന്നിട്ടും അത് മാറുന്നില്ല എന്ന് വിചാരിച്ചോ, പുള്ളി ഉടനെ പറയും, നമ്മളോട് പറയും ആ ബോർഡ് മാറ്റി വെക്കണം. അല്ലേ, എന്താ മൈക്രോ കൺട്രോളർ ബോർഡ് മാറ്റി വെക്കണതാണ് ബേസിക്കലി. കാരണം എന്താ, ഡോറ് ക്ലോസ് ആയ സെൻസർ നിങ്ങൾ മാറ്റി, എന്നിട്ടും ആ എറർ മാറുന്നില്ലെങ്കിൽ അത് മൈക്രോ കൺട്രോളറിൻ്റെ ഉള്ളിൽ എന്തോ ഇഷ്യൂ ആണ്, അത് അവന് നന്നാക്കാൻ പറ്റില്ല. അവൻ ആ ബോർഡേ പാടി അങ്ങോട്ട് മാറ്റാൻ പറയും. മനസ്സിലാവുന്നുണ്ടോ? അതങ്ങനെയാണ്. അത് വേറെ കുറേ കാരണങ്ങളുണ്ട് അതിന്. അതിപ്പം കമ്പനീസിന് അതാണല്ലോ ലാഭം. കാരണം അവർക്ക് ഈ ബോർഡ് എടുത്തു വെച്ച് അത് ഡീബഗ് ചെയ്യാനൊന്നും അവർക്ക് പറ്റില്ല, അവർക്ക് അതിനൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല, പലപ്പോഴും എംബഡഡ് സിസ്റ്റം, ഒരു ടിപ്പിക്കൽ എംബഡഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് റിപ്പയർ ചെയ്യേണ്ടതും അവൻ്റെ ഉത്തരവാദിത്തമായിട്ട് വരും. അപ്പോൾ എറർ കോഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മൾ സെൻസറൊക്കെ കറക്റ്റാണോ എന്ന് നോക്കും, ഹാർഡ്വെയർ കറക്റ്റാണോ എന്ന് നോക്കും. അതുകൊണ്ട് അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ബോർഡ് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഈ JTAG പോലുള്ള ഹാർഡ്വെയർ കണക്ട് ചെയ്ത് കമ്പ്യൂട്ടറിൽ വെച്ച് കോഡ് ഇങ്ങനെ ബ്രേക്ക് പോയിൻ്റൊക്കെ ഇട്ട് നോക്കി പോയി എവിടെയാണ് എറർന്ന് കണ്ടുപിടിക്കും, എന്നിട്ട് അത് മാറ്റി അതിന് റീപ്രോഗ്രാം ചെയ്യണമെങ്കിൽ ചെയ്ത് അങ്ങനെ. ഞാൻ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്കുള്ളത്, നമുക്കറിയാം ഇപ്പം AI ഒരു കടന്നുവരവ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ ഡെയിലി ടാസ്കുകളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് AI ടൂൾസ് ഉപയോഗിക്കുന്ന ഒരാളും കൂടെ. അപ്പം നമ്മൾ അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം എടുത്തു കഴിഞ്ഞാലും AI ഈസ് ഗോയിങ് ടു ടേക്ക് ഓവർ യുവർ ജോബ്, അല്ലെങ്കിൽ AI അറിഞ്ഞില്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു എഫക്റ്റ് യുവർ ജോബ്, അല്ലെങ്കിൽ ദ ഫ്യൂച്ചർ ഇസ് AI, യു ഹാവ് ടു ലേൺ ദാറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. സോ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇസ് ഇറ്റ് ഗോയിങ് ടു ഹെൽപ്പ് അസ്, അല്ലെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് അസ്, പക്ഷെ അതിൻ്റെ ഒരു സാറിൻ്റെ ഒരു തോട്ട്? ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിരിച്ചതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കേട്ടോ. അതായത് ഇത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരേ സമയം ഒരു ഗുണവും ദോഷവുമാണ്. പലപ്പോഴും സംഭവിക്കുന്നത്, ഇപ്പം കോഡിങ്ങിൻ്റെ കേസിൽ ഈ AI ഉപയോഗിച്ച് കോഡ് ചെയ്യാൻ നോക്കും, പർട്ടിക്കുലർലി സ്റ്റുഡൻസ്. എൻ്റെ വൈഫ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ, പുള്ളിക്കാരിക്ക് ഒരു ഡൗട്ട് വരും, പുള്ളിക്കാരി പെട്ടെന്ന് ഡൗട്ട് വരുമ്പോൾ നോക്കണതിന് കുഴപ്പമില്ല. ഇതങ്ങനെയല്ല, ഹോൾ കോഡേ അടിക്കുവാണ്. അതായത് ജസ്റ്റ് പറഞ്ഞു കൊടുക്കും, എനിക്ക് ഇതാണ് ആവശ്യം, ഇങ്ങനെ ഒരു കോഡ് കണ്ട് എഴുതിത്തരാനാണ് പറയണേ. ഇത് കോഡ് എഴുതി കൊടുക്കും. പക്ഷെ ആ കോഡ് എടുത്തിട്ട് കഴിഞ്ഞത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ എറർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഇവർക്ക് പറ്റില്ല. കാരണം ഇത് ഇവൻ എഴുതിയതല്ല, ഇത് ഓരോ സ്റ്റെപ്പും കമ്പ്യൂട്ടറിൻ്റെ ബുദ്ധിയിലും അത് ചെയ്തേക്കണേ, ഇവൻ്റെ ബുദ്ധിയല്ല അത്. ഇതിൻ്റെ ഡീബഗിങ് അവന് ഭയങ്കര ദുരിതമായിട്ട് മാറും. അത് എറർ കറക്റ്റ് ചെയ്യാന്നുള്ളത് അവന് ഭയങ്കര ദുരിതമായിട്ട് മാറും. അതേസമയം നമ്മളിപ്പം നമ്മളായിട്ടൊരു കോഡ് എഴുതി ചെറിയ കാര്യങ്ങളിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ചോദിച്ചാൽ അത് അതിൻ്റെ ഹെൽപ്പ് എടുക്കുന്നതിൽ തെറ്റില്ല. കംപ്ലീറ്റ്ലി അത് അതിനെ ഏൽപ്പിക്കുന്നത് അത്ര ശരിയായ പരിപാടിയല്ല. ഐ മീൻ ഇങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ കോഡ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ അല്ലാത്ത രീതിയിൽ അത് ഉപയോഗിക്കാം. പിന്നെ എംബഡഡ് സിസ്റ്റവും AIയും തമ്മിലുള്ള ബന്ധമല്ലേ താങ്കൾ എന്നോട് ചോദിച്ചത്? അതായത് AI എന്നുള്ളത് ഇതിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നല്ലൊരു ചോദ്യമാണ്. കാരണം 2024 എൻ്റെ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു ഒരു റിവ്യൂ പേപ്പർ എഴുതിയിട്ടുണ്ട്. ലാബ് ഓൺ എ ചിപ്പ് എന്ന് പറഞ്ഞ ജേണലിലാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, അവൈലബിൾ ആണ് ഓൺലൈനിൽ. അതിനകത്ത് ഈ വെയറബിൾ ഡിവൈസുകളില്ലേ, അതിനകത്തുള്ള AIയുടെ പോസിബിലിറ്റീസ്, ഇപ്പോൾ ഉള്ള സംഭവം ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 30-40 പേജോളം ഉള്ള ഒരു പേപ്പർ. അത് വെൽ സൈറ്റഡ് പേപ്പറാണത്, കാരണം നല്ല റിച്ച് കണ്ടൻ്റ് ഉള്ള പേപ്പറാണ്. അപ്പം അതിൽ നമ്മൾ പറയുന്നത് ഈ എഡ്ജ് AI എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ട്. എഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്ജ് AI എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൈക്രോ കൺട്രോളർ ബേസ്ഡ് എംബഡഡ് സിസ്റ്റത്തിലേക്ക് AI എന്ന് പറയുന്ന ഫീച്ചർ ലോക്കലൈസ്ഡ് ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ടൂളാണ് എഡ്ജ് AI. ഓക്കെ, അപ്പം അതിൻ്റെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് എങ്ങനെ AI വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വലിയ സിസ്റ്റത്തിലോ വലിയ ആവശ്യങ്ങൾക്കോ വേണ്ടി അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഡേറ്റ ഇവിടെ നിന്ന് എടുക്കും, എന്നിട്ട് നേരെ ഒരു ക്ലൗഡിലേക്ക് വിട്ടിട്ട് പ്രോസസ്സിങ് എല്ലാം ക്ലൗഡിലാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് എടുക്കണം, ഇത് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അവിടെ വർക്ക് ചെയ്യണം, പിന്നെ അതിൻ്റെ റെസ്പോൺസ് തിരിച്ചയച്ച് ഇവിടെ ആക്ഷൻ എടുക്കണം. ലേറ്റൻസി ഇഷ്യൂസ് ഉണ്ട്, ടൈം പ്രശ്നം.
ഓക്കെ. ഓക്കെ, മനസ്സിലായി. അപ്പം അത്രയും ആവശ്യമില്ലാത്ത ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ വോയിസ് റെക്കഗ്നിഷൻ, ചെറിയ ഇമേജ് പ്രോസസ്സിങ്, അങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ AI ടാസ്കുകൾ, നമുക്ക് AI-യുടെ സംഭവങ്ങൾ ഈ എംബഡഡ് സിസ്റ്റത്തിൽ തന്നെ എന്ത് ചെയ്യാം, എഡ്ജ് AI എന്ന് പറയുന്ന സംഭവം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അത് വലിയ റെവല്യൂഷണറി തിങ് ആണ്. കാരണം അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ലോക്കലി പ്രോസസ്സ് ചെയ്ത് റിസൾട്ടുകൾ കിട്ടും. ഇത് അങ്ങോട്ടേക്ക് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചെറിയ ചെറിയ ഫങ്ഷണാലിറ്റീസ് ഇവിടെ തന്നെ എന്ത് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഡിസീസ് ഡയഗ്നോസിസിന് ഉപയോഗിക്കാവുന്ന പോസിബിലിറ്റിയെക്കുറിച്ചാണ് എൻ്റെ പേപ്പറിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പം ഇത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, AI ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മെഷീൻ ലേണിംഗ് നിങ്ങൾ TinyML എന്ന് കേട്ടിട്ടുണ്ടാവും. പിന്നെ ടെൻസർ ഫ്ലോ, ഈ ഇമേജ് പ്രോസസ്സിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതമാണ് ടെൻസർ ഫ്ലോ. ടെൻസർ ഫ്ലോ ലൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഈ എംബഡഡ് സിസ്റ്റത്തിന് മാത്രമുള്ളതാണ്. LITE, ടെൻസർ ഫ്ലോ ലൈറ്റ്. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് കയറ്റാം. TinyML എന്ന് പറഞ്ഞ മെഷീൻ ലേണിംഗ് അൽഗോരിതം, അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഈ എഡ്ജ് AI-യിൽ പോസിബിളാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ വലിയൊരു റെവല്യൂഷണറി ഏരിയ ആയിട്ട് ഈ AI ഇൻ എംബഡഡ് സിസ്റ്റം വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു, എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണത്. അടുത്ത ഫ്യൂ ഡെക്കേഡ്സിലാണ് നമ്മളത് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ കാണാൻ പോകുന്നത്. വലിയൊരു ഏരിയ അത്. നല്ല ഒരു ഫീച്ചറുമാണ്. കാരണം ലോക്കലി നമുക്ക് പ്രോസസ്സ് ചെയ്യാം. ഈ AI-യുടെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്നറിയാം, ആളുകൾ പലപ്പോഴും കോമൺ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സ് ശ്രദ്ധിക്കാത്തൊരു കേസ് ഇത് ഡേറ്റ പ്രൈവസിയാണ്. യു ആർ സെൻഡിങ് ഇറ്റ് ടു എ ക്ലൗഡ്. എന്തായാലും നിങ്ങളുടെ ഡേറ്റ നിങ്ങൾ വേറെ എങ്ങോട്ടോ അയക്കുകയാണ്. യു ആർ ബിലീവിങ് ദാറ്റ് സിസ്റ്റം. ആ ക്ലൗഡിനെ നിങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസം ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ബട്ട് യു കനോട്ട് ബി 100% ഷുവർ ദാറ്റ് സേഫ്. ഷെയർഡാകാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കാണാം, അത് ഉപയോഗിക്കാം പലതരത്തിലും, നമ്മുടെ അറിവിൽ സമ്മതം ഇല്ലാതെ ഉപയോഗിക്കാമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ചെസ്റ്റിൻ്റെ എക്സ്റേ എടുക്കുവാണ്, അയച്ചു കൊടുക്കുന്നു, ക്ലൗഡിലിട്ട് പ്രോസസ്സ് ചെയ്യുന്നു. എനിബഡി ക്യാൻ ആക്സസ് ദാറ്റ്. ഐ മീൻ ആ ക്ലൗഡിന് വേണമെങ്കിൽ അത് അവർക്ക് വേറെ ആർക്കെങ്കിലും സെല് ചെയ്യാം. അവരത് ചിലപ്പോൾ ചെയ്യില്ലായിരിക്കാം, പക്ഷെ ചെയ്യണമെന്ന് തോന്നിയാൽ അവർക്ക് ചെയ്യാം. ഞാൻ ഈ അടുത്തതിൻ്റെ ഒരു ഫിലിം എന്തോ നെറ്റ്ഫ്ലിക്സിൽ ഉണ്ടാവും വിഷയത്തെക്കുറിച്ച്. കാരണം നമുക്ക് അങ്ങനെ ഡേറ്റ പ്രൈവസി ഇല്ലല്ലോ, നമ്മൾ ശ്രദ്ധിക്കാറില്ല. പ്രത്യേകിച്ച് ഇന്ത്യക്കാരത് ഞാൻ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിക്കില്ല. കാരണം ഈ പ്രൈവസി ഡീറ്റെയിൽസ് കാണുമ്പോൾ നമ്മൾ എഗ്രിന്ന് അടിച്ചങ്ങ് വിടാല്ലേ, എഗ്രിന്ന് പറഞ്ഞാൽ വായിച്ചു നോക്കില്ല. അപ്പോൾ അത് നമ്മുടെ ഡേറ്റ പ്രൈവസിയുടെ വിഷയമാണ്. പക്ഷേ ലോക്കലി ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മളത് വേറെ എവിടേക്കും ഷെയർ ചെയ്യണ്ട. നമുക്ക് ഇവിടെ തന്നെ പ്രൈവസി ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലുള്ള എംബഡഡ് സിസ്റ്റത്തിന് അത് വർക്ക് ചെയ്യുള്ളൂ. അതാണ് എഡ്ജ് AI-യുടെ ഏറ്റവും എന്താ പറയുന്ന ഒരു സെക്യൂരിറ്റി കൺസേൺ ഉള്ള സംഭവങ്ങൾക്ക് ഞാൻ കാണുന്ന ഒരു അഡ്വാൻറ്റേജ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ ഒരുപാട് അപ്പോൾ ചിലവർക്ക് ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയേക്കാം, റൈറ്റ്? അപ്പം നമ്മുടെ ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ വരുന്നൊരു ചോദ്യമായിരിക്കും, അപ്പം ഈ ഒരു കോഴ്സ് ചെയ്ത് ഇത്രയും ചെറിയൊരു ടൈമിൽ നിങ്ങൾക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാൻ, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നില്ലേ എന്നുള്ളതൊക്കെ ചിലപ്പം ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പം അതിനെങ്ങനെയായിരിക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യുക? ലൈക്ക് അതായത് അത് ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴും ആ ചോദ്യത്തിന് ഉത്തരം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ ഇത്രയും വലിയ കഥകൾ ഇവിടെ ഇരുന്ന് പറഞ്ഞല്ലോ. ഐ മീൻ ഞാൻ പേഴ്സണലി താങ്കളോട് ഇത്രയും കഥകൾ പറഞ്ഞു, ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ കുറേ ടെർമിനോളജീസ് ഉപയോഗിച്ചു. ഒരു 22 വർഷം പുറകിൽ അല്ലെങ്കിൽ 23 വർഷം പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ടെർമിനോളജി എനിക്ക് പകരം ഇവിടെ ഇരുന്ന് മറ്റാരെങ്കിലും സംസാരിക്കുന്നു. 23 വർഷം പിന്നിലേക്ക് ശ്രീജിത്ത് രാജൻ അവിടെ ഇരുന്നത് കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതേ വികാരം എനിക്കും തോന്നും. ഇദ്ദേഹം എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഞാനിതൊന്നും കേട്ടിട്ടേ ഇല്ലല്ലോ, അല്ലേ? ആ വാക്കുകളൊന്നും എനിക്കറിയില്ലായിരുന്നു ഒന്ന്. അതൊരു പ്രോസസ് ഓഫ് എവല്യൂഷൻ അല്ലേ? വി ഹാവ് ടു സ്റ്റാർട്ട് സംവെയർ, അല്ലേ? ഗ്രോയിങ് എന്ന് പറയുന്നത് എപ്പോഴും ജനിച്ചതിന് ശേഷമേ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലാതെ ഗ്രോ ചെയ്തിട്ടല്ലല്ലോ, നമുക്ക് ജനിക്കണം എന്നിട്ട് ഗ്രോ ചെയ്യുന്നു. സംവെയർ വി ഹാവ് ടു സ്റ്റാർട്ട്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത് 89C51-ലാണ്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ ഉണ്ട്. ഒരു LCD-യുടെ കോഡൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ 2 പേജൊക്കെ എഴുതിയാലാണ് LCD-യിൽ ഹലോ എന്നൊക്കെ പ്രിൻ്റ് ചെയ്ത് വരുന്നത്. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത്രയും സിംപ്ലിഫൈഡ് ആയി. സോ നമ്മൾ തുടങ്ങുക. അതിനിപ്പോൾ ഞാൻ പറഞ്ഞത്
നമ്മൾ ഈ പറഞ്ഞ മാതിരി കോഴ്സുകൾ, ചെറിയ എംബഡഡ് സിസ്റ്റം കോഴ്സുകളില്ലേ, സി പ്രോഗ്രാമിങ്, എംബഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ കോഴ്സുകൾ, അത് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാവരും തുടങ്ങുന്നത് ബിഗിനറായിട്ട് തന്നെയാണ്. ഒരു സിംഗിൾ വാക്ക് പോലും അറിയാതെയാണ് നമ്മൾ ഇത് തുടങ്ങിയത്. എനിക്ക് ഒന്നും അറിയില്ല. ഐ മീൻ മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രോസസ്സർ, ആ ഡിഫറൻസ് പോലും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അന്ന് പരീക്ഷയില്ലേ, നമ്മുടെ ലാബ് എക്സാം ഇല്ലേ, അന്ന് നമ്മളോട് ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യം ഇതാ വൈവയ്ക്ക്, വാട്ട് ഈസ് ദ ഡിഫറൻസ്. താങ്കൾ ചോദിച്ച ചോദ്യമാണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ പ്രോസസ്സർ ആൻഡ് കൺട്രോളർ. അപ്പം ആൻഡ് ബൈ ദ വേ വൺ മോർ തിങ്, ലൈക്ക് ഈ റാം റോം എന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ 5 വയസ്സുള്ള കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കി റാം റോം എന്താന്ന്, അവർ പറയില്ലേ? അവർ പറയും റാം എന്ന് പറഞ്ഞാൽ ഇതാണ് ആവശ്യം, റോം എന്ന് പറഞ്ഞാൽ ഇതാണ് ആവശ്യം. ലിറ്ററലി ഞാൻ പറയാം, ബഷീർ ഒരിക്കലും ചിലപ്പോൾ വിശ്വസിച്ചു എന്ന് എനിക്കറിയില്ല. അവൻ ബഷീറിൻ്റെ ഏജ് ഗ്രൂപ്പും എനിക്കറിയില്ല. എൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം, ഞാൻ ഈ റാം ആൻഡ് റോം ഞങ്ങൾക്ക് ഇങ്ങനെ 2 ചാർട്ടായിട്ട് തരും. റാം, റാൻഡം ആക്സസ് മെമ്മറി, റോം, റീഡ് ഓൺലി മെമ്മറി. ഇത് പഠിക്കുന്ന ലിറ്ററലി കാണാതെ. അതെ അതെ റൈറ്റ്. ഇത് എക്സാമിൽ ചോദിക്കുന്ന ചോദ്യം നമ്മൾ ഇതേപോലെ കാണാതെ പഠിക്കുകയാണ്. ഇതിപ്പോൾ ഇവർക്ക് കാണാതെ പഠിക്കണ്ട. കാരണം എന്താണെന്നറിയാമോ? ഇവർ ഈ ഫോണിൻ്റെ സ്പെക്ക്, മൊബൈലിൻ്റെ സ്പെക്ക്, ലാപ്ടോപ്പിൻ്റെ സ്പെക്കിലെല്ലാം ഇതുണ്ട്. സോ ദേ നോ വാട്ട് ഇറ്റ് ഈസ് ആൻഡ് വാട്ട് ഈസ് ദ ഫങ്ഷനാലിറ്റി. പക്ഷെ ഞങ്ങളൊരു കാലത്ത് ഇത് കാണാതെ പഠിച്ചുകൊണ്ടിരുന്ന. അപ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ടല്ലേ, ഇല്ലേ? അപ്പോൾ ഈ 20 വർഷവും ഞാൻ സഞ്ചരിച്ച് ഇവിടെ എത്തി നിൽക്കുമ്പം തിരിഞ്ഞു നോക്കുന്ന അന്ന് എന്നെ ഞാനിപ്പോഴും ഒരു ശിശുവായിട്ടാണ് കാണുന്നത്. ഇപ്പോഴത്തെ ഈ യങ് ജനറേഷൻ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അഡ്രസ്സ് ചെയ്യുന്ന എംബഡഡ് സിസ്റ്റം പഠിക്കാനുള്ള താല്പര്യമുള്ള കുട്ടികൾ, അവർ 20 വർഷം കഴിഞ്ഞ് കഴിയുമ്പം ഇതേ അവസ്ഥയിൽ നിന്നും വളരെ മോശമായ രീതിയിൽ അവരെ റീകളക്ട് ചെയ്യും. കാരണം അത്ര അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ വെൻ ദേ ലുക്ക് ബാക്ക് ആഫ്റ്റർ 20 years അവരെന്നേക്കാൾ മോശമായ അവസ്ഥയിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? കാരണം അത്ര അഡ്വാൻസ്മെൻറ്റ് ലെവലാണ്. അവരുടെ കുട്ടികളൊക്കെ ഭയങ്കര വലിയ ലെവലിലായിരിക്കും. സോ എൻ്റെ ബേസിക് അഡ്വൈസ് അങ്ങനെ ചോദിക്കുമ്പോൾ പറയാനുള്ളത്, യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം സംവെയർ. അത് ചെയ്യുക. പിന്നെ ഈ ചെറിയ കോഴ്സുകൾ എപ്പോഴും നമ്മൾ വളരെ എലമെൻ്ററി ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് വി അസ്യൂം ദാറ്റ് നിങ്ങൾക്കൊന്നും അറിയില്ല, യു ഡോണ്ട് നോ എനിത്തിങ്, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ചിലർക്ക് ചിലപ്പോൾ കുറച്ച് അറിയായിരിക്കും, പക്ഷെ നമ്മൾ അവരെ അല്ല തുടങ്ങണേ, ഒന്നും അറിയാത്തവൻ്റെ നിന്നാണ് തുടങ്ങണേ. 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ 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 ഗ്രോ ചെയ്യുകയാണ്. പിന്നെ വൺ ഇമ്പോർട്ടൻറ്റ് തിങ്, ലൈക്ക് ഒരു തിയറി മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കാതെ, തിയറി ഒരു സാധനം കൺസെപ്റ്റ് മനസ്സിലാക്കുക, ലൈവായിട്ട് കോഡ് ചെയ്യുക. കോഡ് ചെയ്യുക മീൻസ് ഹാർഡ്വെയർ വെച്ച് കോഡ് ചെയ്യണം. ഇഫ് യു ആർ റൈറ്റിംഗ് എ കോഡ് ഫോർ എ മോട്ടർ, യു ഹാവ് ടു ഹാവ് എ മോട്ടർ. മോട്ടർ കറക്കി കാണിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അത് ചെയ്യണം. അതുപോലെ കോഡിൽ എഡിറ്റ് ചെയ്യണം. ഇപ്പം 90 ഡിഗ്രി മോട്ടർ തിരിച്ചു, എവിടെ എന്ത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത് 45 ആക്കാൻ പറ്റണതെന്ന് അവനറിയണം. സോ ആ തരത്തിലുള്ളൊരു എഡ്യൂക്കേഷനാണ് ഇതിന് ബെറ്റർ. ലേൺ ചെയ്യുന്നവർക്ക് ബെറ്റർ എപ്പോഴും. ദേ ഹാവ് ടു ഡു ഇറ്റ്, ദേ ഹാവ് ടു കറക്റ്റ് ഇറ്റ്, എഡിറ്റ് ഇറ്റ് ആൻഡ് കറക്റ്റ് ഇറ്റ് ആൻഡ് സീ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ റിയൽ ടൈം. ഞാനൊരു ഫൈനൽ ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വരുന്ന ഒരാൾ, ഞാനാണെങ്കിൽ ഇപ്പോൾ ഇതിലേക്ക് വരുന്നു എന്ന് കരുതുക, അപ്പം ആ ഒരു സാലറി എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ ഇത് യൂഷ്വലി എല്ലാവരും ചോദിക്കുന്ന എത്ര കിട്ടും, അപ്പോൾ പ്രാക്ടിക്കലി ഇറ്റ്സ് ആവശ്യമുള്ള ഒരു ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാനെനിക്ക് കോഴ്സ് എടുത്തു, അല്ലെങ്കിൽ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്, ഞാൻ എത്ര എക്സ്പെക്ട് ചെയ്യണം? ഓക്കെ, ഇത് 3 തലത്തിലാണ് ഇതിൻ്റെ സാലറി വരുന്നത്. ഒരു ബിഗിനർ, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ്. ബിഗിനർക്ക് ഇന്ത്യൻ സാലറി എന്ന് പറഞ്ഞാൽ അറൗണ്ട് 4 to 7 lakhs വരെ കൊടുക്കുന്നുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദ കമ്പനി. ഏത് കമ്പനിയാണുള്ളത്? LPA ലാക്സ് പെർ ആനം. 4 to 7 lakhs പെർ ആനമാണ് അവർക്ക് കിട്ടുന്ന സാലറി ഇന്ത്യയിൽ കേട്ടോ, ഇന്ത്യൻ സാലറി. ഇത് ബിഗിനർ ലെവലാണ്. ഇനി ഈ എംബഡഡ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഗ്രോത്ത് വളരെ ക്വിക്കാണ്. അതായത് നിങ്ങൾ ഒരു ബിഗിനറായിട്ട് ജോയിൻ ചെയ്യുന്നു വിത്ത് സീറോ എക്സ്പീരിയൻസ് ആൻഡ് 1 year or 2 year യു ആർ ഇൻ്റർമീഡിയറ്റ് പൊസിഷൻ. 1 yearലായിരിക്കും. അതിനുശേഷം ഒരു 2 year നിങ്ങൾ 5 yearനുള്ളിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്താണ്, ടോപ്പ് മോസ്റ്റ് ആണ്, യു ആർ ആൻ എക്സ്പേർട്ട്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ സാലറി ഭയങ്കര ഹൈ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ ഭയങ്കരമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് കൂടും. 4-5 times ഒക്കെ കൂടും.
ആ റിയലി 5 times ഒക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ചില സ്ഥലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്കറിയാം, എൻ്റെ ഒരു ഫ്രണ്ട് ആൻഡ് സ്റ്റുഡൻറ്റ്, അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കേസ്, അദ്ദേഹം ഒരു കമ്പനിയിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് മറ്റൊരു കമ്പനിയിലേക്ക് പുള്ളി അവർ പിക്ക് ചെയ്തു, പൊക്കിക്കൊണ്ട് പോകാമെന്ന് നമ്മൾ പറയും, ഹെഡ് ഹണ്ടിങ് എന്ന് പറയില്ലേ, അത് ചെയ്തു. അവനെടുത്തു. അവന് ആ കമ്പനിയിൽ 1 വർഷം 3 times സാലറി റിവൈസ് ചെയ്ത് കൊടുത്തു. 1 വർഷം. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? വൈ? റിക്വയർമെൻറ്റ് അത്രയും ഉണ്ട് ആൻഡ് ഹീ ഈസ് സോ കേപ്പബിൾ. സോ അങ്ങനെ ഒരാളെ ലൂസ് ചെയ്യാൻ ഇൻഡസ്ട്രി ഒരിക്കലും തയ്യാറാവില്ല. അവർ എത്ര പൈസ വേണമെങ്കിലും കൊടുത്ത് അവനെ അവിടെ നിർത്തും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ അതേസമയം എനിക്ക് തോന്നുന്നു മറ്റ് ഏരിയകളുണ്ടല്ലോ, ഐ ഡോണ്ട് നോ, മറ്റ് സോഫ്റ്റ്വെയർ എങ്ങനെയാണെന്ന് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പക്ഷേ സോഫ്റ്റ്വെയർ ഫീൽഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോബ്, ഇപ്പം ഒരു ഓഫീസ് ജോബോ അങ്ങനത്തെ ജോബിലുള്ള ഹൈക്കിൻ്റെ ഒരുപാട് മടങ്ങ് അധികമാണ് ഈ എംബഡഡ് സിസ്റ്റം അല്ലെങ്കിൽ ഇതുപോലത്തെ ഫീൽഡുകളിൽ എൻജിനീയേഴ്സിനുള്ളത്. ഒരു 3 to 5 yearsനുള്ളിൽ നിങ്ങളുടെ സാലറി ഇപ്പം ഞാൻ പറഞ്ഞ 4 to 7 അറ്റ്ലീസ്റ്റ് ഒരു 3-4 times എങ്കിലും ഇമ്പ്രൂവ് ചെയ്യും. സോ യു വിൽ ഹാവ് എ ബെറ്റർ ലൈഫ് വെൻ യു ആർ എൻ്ററിങ് ഇൻ ടു ദ റിയൽ ഗെയിം. അതായത് ഒരു 27 വയസ്സൊക്കെ കഴിയുമ്പോഴാണല്ലോ റിയൽ ഗെയിമിലേക്ക് നമ്മൾ പോകുന്നത്, ഗെറ്റിംഗ് മാരീഡ് ആൻഡ് ഹാവിങ് ചിൽഡ്രൻ. സോ ബൈ ദാറ്റ് ടൈം ദേ വിൽ ബി വെൽ സെറ്റിൽഡ്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ബൈ ദ വേ, വെൻ ഐ ടോക്ക്ഡ് അബൌട്ട് ദി ഇന്ത്യൻ സാലറി, US സാലറിയും കൂടെ, US ആൻഡ് ഓസ്ട്രേലിയൻ ഐ വിൽ ടോക്ക്. എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം ഇത് രണ്ടും എനിക്കറിയാം. US $90,000 to $120,000 US പെർ ആനം കിട്ടുന്നുണ്ട്. 90,000 to 120,000 ഫോർ ബിഗിനർ. ഓക്കെ. ഓസ്ട്രേലിയ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 110K $110,000 to 140K if you are a good beginner. അത്യാവശ്യം ബേസിക്സും കാര്യങ്ങളൊക്കെ ഉള്ള ബിഗിനർ ആണെങ്കിൽ യു ആർ ഗെറ്റിംഗ് ദാറ്റ് മച്ച്. US 90+ ഒക്കെ ഉണ്ട്. 70 to 90 കേട്ടോ, 70 to 90 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. 90+ അല്ല, 90+ എന്ന് പറയുമ്പോൾ ഇൻ്റർമീഡിയറ്റിലേക്ക് വരും. ഇവിടെ 110 ഒക്കെ, ഓസ്ട്രേലിയ 110 to 140 ഒക്കെ പോകാറുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ യുവർ തിങ്. ആൻഡ് ഞാൻ പറയട്ടെ, ബേസിക്കലി ഇഫ് യു ആർ റെഡി ടു സ്പെൻഡ് 4 to 6 months ഹാവിങ് എ കോഴ്സ്, നല്ല കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 മാസമൊക്കെ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ടൈം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബിഗിനർ ടു ഇൻ്റർമീഡിയറ്റ് ജോബ് കിട്ടാനുള്ള കേപ്പബിലിറ്റി ആയിക്കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അതാവും നിങ്ങൾക്ക്. 6 months ഒരു നല്ല കോഴ്സ് എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങളൊരു ഇൻ്റർമീഡിയറ്റ് ലെവൽ വരെ എത്തും, തീർച്ചയായിട്ടും എത്തും. പിന്നെ നിങ്ങൾ ജോലിക്ക് കയറുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ ഫ്രഷറാണ് ഓഫ് കോഴ്സ്, ബട്ട് ഈവൺ ഇഫ് യു ഹാവ് ദാറ്റ് നോളജ് ആൻഡ് സ്കിൽ സെറ്റ്, യു ആർ സ്റ്റാർട്ടിങ് ആസ് എ ബിഗിനർ. കാരണം നിങ്ങൾക്ക് 0 എക്സ്പീരിയൻസ് ആണ്. പക്ഷേ വെൻ യു എൻ്റർ ദെയർ, അവർക്ക് ഇമ്മീഡിയറ്റ്ലി മനസ്സിലാവും എന്താണ് ഇവന് സ്കിൽ സെറ്റ് ഉണ്ട്, ഇവൻ ബിഗിനർ അല്ല, ഇവൻ ഇൻ്റർമീഡിയറ്റ് ലെവലിലാണ്. സോ വിത്തിൻ 1 or 2 years യു വിൽ ഗെറ്റ് എ ഗുഡ് ഹൈക്ക്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്? മനസ്സിലായി. സോ താങ്ക് യു സോ മച്ച് ശ്രീ സർ. എനിക്ക് തോന്നുന്നു ഈ ഒരു മേഖലയിലേക്ക് വരാൻ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഫ്യൂച്ചർ നോക്കി കാണുന്ന ആളുകൾക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ സാർ വളരെ മനസ്സിലാവുന്ന രീതിയിൽ സാർ. ഞാൻ കൂടുതൽ ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ചെന്ന് എനിക്കൊരു ചെറിയ പേടിയുണ്ട്. ഇല്ല സാർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും സാർ അത് വെൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്കും അത് നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റി. സോ ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റമായിട്ട് ബേസ് ചെയ്തിട്ട് വേറെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം ഇനി വരുന്ന പോഡ്കാസ്റ്റിലും മറ്റും. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.